വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ചാരിയമി. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കുള്ള യാത്രയിൽ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിൽ ഒന്നാണ് ഈ മുത്തങ്ങ ഫോറസ്റ്റ്. വയനാട്ടിലെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകൃതിയുടെ മറ്റൊരു മുഖമാണ് കാണാൻ കഴിയുന്നത്. ഇരുവശവും പച്ചപ്പ് പൊതിച്ച കാടുകൾ, ശുദ്ധവായു, ഇടയ്ക്കിടെ റോഡരികിൽ പ്രത്യക്ഷപ്പെടുന്ന മാനും കുരങ്ങും യാത്രയെ കൂടുതൽ രസകരമാക്കുന്നു. നഗരങ്ങളുടെ തിരക്കുകളിൽ നിന്ന് അകന്ന് കാടിൻ്റെ നിശബ്ദതയും പ്രകൃതിയുടെ സംഗീതവും ആസ്വദിച്ചുള്ള ഈ യാത്ര മനസ്സിന് ഒരു പ്രത്യേക അനുഭവമാണ്. വനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിൻ്റെ വേഗത കുറച്ച് പ്രകൃതിയെ ബഹുമാനിക്കുകയും വന്യജീവികളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഓരോ യാത്രക്കാരൻ്റെയും ഉത്തരവാദിത്തമാണ്. മുത്തങ്ങ പിന്നിട്ട് കർണാടകയിലേക്ക് കടക്കുമ്പോൾ പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും നമ്മെ കാത്തിരിക്കുന്നു. ഓരോ വളവും ഓരോ കിലോമീറ്ററും യാത്രയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കുള്ള ഈ മുത്തങ്ങ വനപാതയിലേക്കുള്ള യാത്രയുടെ മനോഹര നിമിഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സഞ്ചാരിയമി യൂട്യൂബ് ചാനൽ. വയനാട്ടിലെ പ്രഭാത മൂടൽമഞ്ഞ് പിന്നിട്ട് മുത്തങ്ങ വനപാതയിലേക്ക് കടക്കുമ്പോൾ യാത്ര മറ്റൊരു അനുഭവമായി മാറുന്നു. റോഡിൻ്റെ ഇരുവശവും ഉയർന്നു നിൽക്കുന്ന മരങ്ങളും കാടിൻ്റെ നിശബ്ദതയും മനസ്സിനെ പ്രകൃതിയോട് കൂടുതൽ അടുപ്പിക്കുന്നു. കേരളത്തിൻ്റെയും കർണാടകയുടെയും അതിർത്തികളെ ബന്ധിപ്പിക്കുന്ന ഈ വനപാത ഒരു സാധാരണ റോഡല്ല, പ്രകൃതിയുടെ ഹൃദയത്തിനോട് ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മാനും മയിലും കാട്ടാനകളെയും ഒക്കെ കാണാം. ഓരോ നിമിഷവും ക്യാമറയിൽ പകർത്താൻ തോന്നുന്ന ഒരു അത്ഭുത കാഴ്ചയാണത്. വഴികൾ മാറാം, കാഴ്ചകൾ മാറാം, പക്ഷേ മുത്തങ്ങ വനപാത സമ്മാനിക്കുന്ന ഓർമ്മകൾ എന്നും മനസ്സിൽ നിലനിൽക്കുന്നതാണ്. മുത്തങ്ങയും ബന്ദിപ്പൂരും പിന്നിട്ട് മേഘങ്ങളെ തൊട്ടു നിൽക്കുന്ന ഗോപാൽസ്വാമി പേട്ടയിലെ അമ്പലത്തിലേക്കാണ് ഈ യാത്ര. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1450 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലനിര കർണാടകയിലെ ഏറ്റവും മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കർണാടക സംസ്ഥാനത്തെ ചാമരാജ്നഗർ ജില്ലയിലെ ഗുണ്ടൽപേട്ട താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നാണ് ഹിമവത് ഗോപാൽസ്വാമി പേട്ട. ഇത് വ്യാപകമായി വനത്താൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കൂടിയാണിത്. ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിൻ്റെ കോർ ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഇവിടെ പതിവായി കാണപ്പെടുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 220 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്ററും അകലെ മൈസൂർ ഊട്ടി റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വർഷം മുഴുവനും കുന്നുകളെ മൂടുന്ന കനത്ത മൂടൽ മഞ്ഞ് നിലനിൽക്കുന്നതിനാലാണ് ഹിമവത് എന്ന പേര് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഹിമവത് ഗോപാൽസ്വാമി പേട്ടയിൽ അവിടെ എത്തി. ഞാനിവിടെ 2008 കേട്ടോ വന്നത്. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അമ്പലം വരെ വണ്ടി എടുത്തിട്ട് പോകായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനപ്പുറം സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ക്ഷേത്ര ദർശനത്തിനായി വനം വകുപ്പ് ഏർപ്പെടുത്തിയ ബസ്സിൽ വേണം പോകാൻ. ഒരാൾക്ക് റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് വരുന്നത് 60 രൂപയാണ്. ആദ്യ ബസ് രാവിലെ 8:30, അവസാന ബസ് വൈകുന്നേരം 4 മണിക്കും ആണുള്ളത്. ഗോപാൽസ്വാമി പേട്ട സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ്. മഴക്കാലത്തിന് ശേഷമുള്ള ഈ മാസങ്ങളിൽ കാലാവസ്ഥ തെളിഞ്ഞതും ആകാശം തെളിഞ്ഞതും കുന്നിൻ മുകളിൽ നിന്ന് ചുറ്റുമുള്ള ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിൻ്റെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ ആസ്വദിക്കാൻ അടിപൊളി ഒരു സമയമായിരിക്കും. ഗുണ്ടൽപേട്ടയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്ററാണ് ഈ ഗോപാൽസ്വാമി ഹിൽസിലേക്ക് ഉള്ളത്. ഈ വരുന്ന വഴിയൊക്കെ ഒരുപാട് വാഗമരങ്ങൾ കണ്ടുട്ടോ. അതൊക്കെ പൂത്ത് നിൽക്കുന്ന കാണാൻ എന്തൊരു ഭംഗിയാണ്. അതാ കണ്ടില്ലേ, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹിമവത് ഗോപാൽസ്വാമി പേട്ടയിലെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഗോപാൽസ്വാമി ക്ഷേത്രമാണ്. വേണുഗോപാല എന്ന് പറഞ്ഞാൽ ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണനാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ
ചെക്ക് പോസ്റ്റിൽ എത്തി. ഇവിടം വരെ അലൗഡ് ഉള്ളൂ കേട്ടോ പ്രൈവറ്റ് വെഹിക്കിളിന്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബസ്സിൽ പോകണം. ഇവിടുന്ന് ഒരു 6-7 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ നിന്നിട്ട് തലയൊക്കെ വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ ജീപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫാമിലിക്ക് 800 രൂപ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ജീപ്പിലാണ് അമ്പലത്തിലേക്ക് പോകാൻ പോണത്. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫുഡ് എന്തെങ്കിലും എടുക്കണം. കാരണം ഇവിടെ അങ്ങനെ ഫുഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, വൃത്തിയില്ല ഒന്നാമത്. അപ്പോൾ കയ്യിൽ ചെറിയ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരാവുന്നതാണ്. 14-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശമാണ് പുരാതന ഗോപാൽസ്വാമി ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നിരുന്നാലും മൈസൂർ വോഡയാർ രാജാക്കന്മാരാണ് സംരക്ഷിച്ചു പോന്നത്. സമുദ്രനിരപ്പിൽ നിന്നു 4770 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച മികച്ച വാസ്തുവിദ്യയുള്ള നിരവധി പുരാതന ക്ഷേത്രങ്ങൾ ഗുണ്ടൽപേട്ടയിലുണ്ട്. ഹിമവത് ഗോപാൽസ്വാമി ക്ഷേത്രം ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയാൽ നിർമ്മിച്ചതാണ്. പഴയ കാലഘട്ടത്തിലെ കരകൗശല വിദഗ്ധരുടെ വാസ്തുവിദ്യയുടെയും കലാപാരമ്പര്യത്തിൻ്റെയും ഒരു ഉദാഹരണമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. മലമുകളിലേക്ക് കയറുമ്പോൾ വഴിയരികിലെ കാടുകളും പുൽമേടുകളും കാഴ്ചകൾക്ക് പുതിയ ഭംഗി നൽകുന്നു. ഹിമവത് ഗോപാൽസ്വാമി കുന്നിലെ വനം റോസ് വുഡ്, തേക്ക് തുടങ്ങിയ വിലപിടിപ്പുള്ള മരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായതിനാൽ കാട്ടാനകൾ മേയുന്നത് പതിവാണ്. മയിലുകൾ, തത്തകൾ, കാട്ടുകോഴികൾ എന്നിവ ഉൾപ്പെടെ സമ്പന്നമായ ചില പക്ഷിമൃഗാദികളുടെ ആവാസ കേന്ദ്രവുമാണ് ഈ കുന്നുകൾ. ഈ സ്ഥലം സന്ദർശിക്കുന്ന ആർക്കും തൽക്ഷണം ഇത് ഇഷ്ടപ്പെടും എന്നതിൽ ഒരു സംശയവും. ഈ സ്ഥലത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കാക്കകളെ കാണാൻ കഴിയില്ല. ചുറ്റുമുള്ള കുന്നുകളുടെയും താഴ്വരകളുടെയും മനോഹരമായ കാഴ്ചകൾക്ക് ഈ സ്ഥലം പേരുകേട്ടതാണ്. സന്ദർശകർക്ക് മുകളിൽ നിന്ന് അതിശയകരമായ സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ കാണാൻ കഴിയും. പക്ഷേ ഇങ്ങോട്ട് ഭക്ഷണമൊന്നും എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. പൂജയ്ക്കുള്ള സാമഗ്രികൾ മാത്രമേ ഇങ്ങോട്ടേക്ക് എടുക്കാൻ കഴിയുള്ളൂ. ചെക്ക് പോസ്റ്റ് പിന്നിട്ട് ഗോപാൽസ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ മറ്റൊരു ലോകത്ത് പ്രവേശിക്കുന്ന അനുഭവമാണ്. ഈ വനപാതയിലൂടെ വളവുകൾ നിറഞ്ഞ റോഡിലൂടെ മലമുകളിലേക്ക് കയറുമ്പോൾ ഓരോ നിമിഷവും പ്രകൃതി പുതിയ കാഴ്ചകൾ സമ്മാനിക്കുന്നു. ഈ മലമുകളിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത് വാക്കുകൾക്കതീതമായ ഒരു ശാന്തതയായിരുന്നു. മേഘങ്ങൾ വന്ന് മുഖത്ത് തഴുകുന്നത് പോലെ ഒരു അനുഭവം. തണുത്ത കാറ്റ്, ദൂരക്കാഴ്ചകളിൽ ലയിച്ചു പോകുന്ന കാടുകൾ എല്ലാം ചേർന്ന് പ്രകൃതിയുടെ ഒരു അത്ഭുത ലോകം. യാത്രകൾ ചിലപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്കാൾ കൂടുതൽ ഓർമ്മകളാണ് സമ്മാനിക്കുക. ഗോപാൽസ്വാമി ബെട്ട അത്തരമൊരു അനുഭവമായിരുന്നു. മേഘങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും അതിരുകൾ മാഞ്ഞു പോകുന്ന പോലെ ഒരു തോന്നൽ. ഗോപാൽസ്വാമി ബെട്ട ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ ഗോപാലസ്വാമി രൂപമാണ്. പശുക്കളെ സംരക്ഷിക്കുന്ന ദിവ്യരൂപത്തിലുള്ള കൃഷ്ണ ഭഗവാനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. പ്രധാന വിഗ്രഹം അതിമനോഹരമായ ശില്പകലയുടെ ഉദാഹരണമാണ്. ഗോപാൽസ്വാമി വിഗ്രഹത്തിനൊപ്പം രുക്മിണി, സത്യഭാമ എന്നീ ദേവിമാരുടെയും പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലുണ്ട്. അമ്പലത്തിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ബന്ദിപ്പൂർ കാടാണല്ലോ അടുത്തുള്ളത്. ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്. അതിൽ കൂടാതെ ഒരു കാര്യം കേട്ടത്, ഇവിടെ സ്ഥിരമായിട്ട് ഒരു ആന വരും. വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോൾ വരും. എന്നിട്ട് ഇവിടെ വെള്ളം കുടിച്ചിട്ട് ഇവിടെ കുറേ നേരം നിന്നിട്ട് പോകുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ആനേനെയൊന്നും കണ്ടില്ല. നമ്മൾ രാവിലെയാണ് വന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്ന ജീപ്പിലാണ് കേട്ടോ നമ്മൾ വന്നത്. ആകെപ്പാടെ 2 ജീപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 800 രൂപയാണ് ഈ ജീപ്പിന് വരുന്നത് ഫാമിലിക്ക്. അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് KSRTC ബസ്. ഇതുപോലെ ഞങ്ങൾ തിരിച്ചു പോകുന്നതിൻ്റെ ഉള്ളിൽ തന്നെ 4 ബസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തിരക്കാണ് ഇവിടെ ഉള്ളത്. ഞാൻ 2008 വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഇവിടെ ഈ ഫെൻസിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ പോവായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു, ഉള്ളോട്ടേക്കൊക്കെ. പക്ഷെ ഇപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്.
ദാ ആ കാണുന്ന വഴി കൂടിയാണ് കേട്ടോ നമ്മളിങ്ങനെ വന്നത്. നല്ല അടിപൊളി വ്യൂ ആട്ടോ. പ്രത്യേകിച്ച് നമ്മൾ മഴയത്തോ തണുപ്പുള്ള സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല മഞ്ഞും ഒക്കെ ആയിട്ട്. ഇപ്പോൾ കുറച്ച് ചൂടാണ്, എന്നാലും ആ ടൈമിൽ വരുമ്പോൾ നല്ല അടിപൊളി ടൈമായിരിക്കും. ശതാബ്ദികളുടെ പഴക്കമുള്ള ശ്രീ ഗോപാലസ്വാമി ക്ഷേത്രം ഈ മലയുടെ ആത്മാവാണ്. ഭക്തിയും പ്രകൃതിയും കൈകോർക്കുന്ന ഈ സ്ഥലത്ത് കുറച്ച് സമയം ചെലവഴിച്ചാൽ മനസ്സിന് ഒരു പ്രത്യേക സമാധാനം ലഭിക്കും. പുരാതന കാലത്ത് ഈ മലമ്പ്രദേശം സന്യാസിമാരുടെയും ഭക്തരുടെയും ധ്യാന കേന്ദ്രമായിരുന്നു എന്നാണ് വിശ്വാസം. ഇന്ന് ആത്മീയതയും പ്രകൃതി ഭംഗിയും ഒരുമിക്കുന്ന അപൂർവ തീർത്ഥാടന കേന്ദ്രമായി ഗോപാലസ്വാമി ബെട്ട അറിയപ്പെടുന്നു. ബന്ദിപ്പൂർ വനത്തിൻ്റെ ഹൃദയഭാഗത്ത് മേഘങ്ങൾക്കിടയിൽ നിലകൊള്ളുന്ന ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിൻ്റെയും ഭക്തിയുടെയും സാക്ഷിയായി ഇന്നും നിലനിൽക്കുന്നു.